ഇവിടെ ഒരു കുട്ടി ഒരു വലിയ പാമ്പിന്റെ മുട്ടയ്ക്കകത്ത് നിന്ന് പുറത്തു വരുന്നത് കണ്ട് ആ പാമ്പ് അത് തന്റെ കുഞ്ഞാണെന്ന് വിചാരിക്കുന്നു. കാരണം അവൻ അതിനകത്ത് നിന്ന് പുറത്തു വരുമ്പോൾ മുട്ടയ്ക്കകത്തുണ്ടായിരുന്ന ജെൽ അവന്റെ ദേഹത്താവുന്നു. ഇവൻ എങ്ങനെയാണ് ഈ മുട്ടയ്ക്കകത്ത് വന്നതെന്ന് വെച്ചാൽ ഇവർ ടൂർ വന്ന ബസ് ആക്സിഡന്റ് ആയി കാടിന് നടുക്കകപ്പെടുന്നു. ആ ബസ്സിലുണ്ടായിരുന്നവരെല്ലാം പല ഭാഗത്തായി പോകുന്നു. അപ്പോൾ ഈ കുട്ടി മാത്രം ഒറ്റയ്ക്കായി പോയപ്പോൾ ഒരു ഡൈനോസർ ആ പാമ്പിന്റെ മുട്ട കഴിക്കുന്നത് കാണുന്നു. അത് കണ്ടവൻ പേടിച്ച് ഒരു മുട്ടത്തോടിനകത്ത് ഒളിച്ചിരിക്കുന്നു. അതേസമയം ആ പാമ്പ് അതിന്റെ മുട്ട നോക്കാനായി വന്നപ്പോൾ ഇവൻ പുറത്തേക്ക് വന്നതും അതിന്റെ കുഞ്ഞാണെന്ന് വിചാരിക്കുന്നു. വേറൊരു മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞു പാമ്പ് പുറത്തു വരുന്നത് ആ വലിയ പാമ്പ് നോക്കി നിൽക്കുന്ന സമയം അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ടവൻ മനുഷ്യനെ കൊല്ലുന്ന ചെടിയുടെ കയ്യിലകപ്പെടുന്നു. ആ ചെടി അവനെ കഴിക്കാൻ പോകുന്ന കറക്റ്റ് ടൈമിൽ ആ പാമ്പ് കുറുകെ വന്ന് അവനെ രക്ഷിക്കുന്നു. അപ്പോൾ പാമ്പിന്റെ ദേഹത്ത് വലിയ മുള്ളുകൊണ്ട് അതെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. അത് കണ്ട് ആ കുട്ടി ആ മുള്ളെടുക്കാൻ അതിനെ സഹായിക്കുന്നു. ഞാൻ നിന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാലും ആ പാമ്പ് ആ കുട്ടി അവന്റെ ഫാമിലിയോടൊപ്പം ചേരുന്നത് വരെ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അവസാനം അവൻ തന്റെ ഫാമിലിയോടൊപ്പം ചേരുമെങ്കിലും ഒരു ഡൈനോസർ കൂട്ടത്തിന്റെ കയ്യിലകപ്പെടുന്നു. അതറിഞ്ഞ ആ പാമ്പ് വന്ന് അവയോട് ഫൈറ്റ് ചെയ്ത് അവരെ രക്ഷിക്കുന്നു.